ഭൗതിക ലോകത്തെ ജീവിതം ആഖിറം എന്ന ലോകത്തെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമ്മുടെ മുൻഗാമികൾ ഒരാളും ഇന്നും ജീവിച്ചിരിപ്പില്ല. നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടുകാരിൽ പലരും പ്രായം ചെന്ന് മരിച്ചുപോയവരുണ്ട്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ വിട പറഞ്ഞു പോയവരുണ്ട്. നമ്മുടെ സമപ്രായക്കാർ പലരും ഈ മഹല്ലത്തിന്റെ ഖബർസ്ഥാനിൽ മീസാൻ കല്ലുകളുടെ ചുവടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. നമുക്കും അതുപോലെ ഒരു യാത്ര ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടതുണ്ട്. ആ യാത്രയെ അനുസ്മരിക്കുന്ന ഒട്ടനവധി പ്രാർത്ഥനകളും ദിക്റുകളും, എന്തിനേറെ പറയണം, ദൈനംദിന ജീവിതത്തിൽ നാം നിർബന്ധമായി നിർവഹിക്കുന്ന നിസ്കാരങ്ങളിലുള്ള പ്രാർത്ഥനകളിലും നാം നടത്തുന്നുണ്ട്. അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാം ചൊല്ലിയാൽ ഒരു പ്രാർത്ഥന സുന്നത്ത് മുഅക്കദയുണ്ട്. സമയമില്ലാത്ത ആൾ നിസ്കരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ആ പ്രാർത്ഥന നടത്തണം. അല്ലാതിരുന്നാൽ കറാഹത്ത് ആയിപ്പോകും. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ദുആ, അതിന്റെ അവസാന ഭാഗം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, നിന്നോട് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ശേഷം പറയുന്നുണ്ട്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും വേളകളിൽ അനുഭവിക്കേണ്ടുന്ന ഫിത്നകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, 5 നേരം ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന മുഅ്മിനായ മനുഷ്യന് മരണം മറക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് റവാത്തിബ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഫള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ ഖിബില കൊള്ളേ നമ്മളുടെ ശരീരത്തിന്റെ മുൻഭാഗം തിരിച്ചുകൊണ്ട് അല്പസമയം കിടക്കൽ സുന്നത്താണ്. ആ കിടത്തത്തിൽ ഖബറിൽ കിടക്കുന്ന കിടത്തം ആലോചിക്കേണ്ടതാണ്. നരകത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ച് ദുആ ചെയ്യേണ്ടതാണ്. ഓ ഉമ്മമാരെ, എല്ലാ ദിവസവും മഗ്രിബ് നിസ്കരിച്ച ഉടനെ കാലുകൾ അനക്കാതെ, കൈകൾ മാറ്റാതെ, ഖിബിലയിൽ നിന്ന് തെറ്റിയിരിക്കാതെ, അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലണം. അതിനുശേഷം അല്ലാഹുമ്മ ജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയും നിർവഹിക്കണം. ഈ 2 ദിക്റുകൾ മഗ്രിബിന് ശേഷം ചൊല്ലിയ മനുഷ്യൻ അതാ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയാൽ അയാൾ മഗ്ഫൂറാണ്. അയാളുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാലും ഈ 2 ദിക്റുകൾ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനകൾ 7 പ്രാവശ്യം ചൊല്ലിയാൽ ആ പകലിൽ അയാൾ മരിച്ചുപോയാൽ അയാൾ മഗ്ഫൂറാണ്, പാപം പൊറുക്കപ്പെട്ടവനായി നല്ല മരണം ലഭിക്കുന്നതാണ്.
ചുരുക്കത്തിൽ ഏതേത് സന്ദർഭങ്ങളിലും മുഅ്മിനീകളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും മരണത്തെ ഓർത്തെടുക്കാനുള്ള ആരാധനകളുണ്ട്, ഫർളും സുന്നത്തുമായ അമലുകളുണ്ട്. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിന്റെ ചുമരിന്റെ മുകളിൽ 2026 കലണ്ടർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ കലണ്ടറിൽ ഒരു മാസം നമുക്കുള്ളതാണ്. ആ കലണ്ടറിൽ ഒരു ദിവസം നമ്മെ കാത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ മാസവും ദിവസവും സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുൻകൂട്ടി നമുക്ക് അറിയിച്ചു തരാതിരുന്നത് റബ്ബ് നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ്. നാളെ മറ്റന്നാൾ മരണപ്പെടുന്ന ഒരു മനുഷ്യൻ ഇന്നത്തെ മജ്‌ലിസിൽ വഅദ് പറയാൻ വരുമോ? വഅദ് കേൾക്കാനെത്തുമോ? കുടുംബത്തിന്റെ മഈശത്തിന് വേണ്ടി ജോലിക്ക് പോകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആരോഗ്യമുള്ള തഖ്വയുള്ള ഈമാനുള്ള ദീർഘായുസ്സ് തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ആലോചിക്കണം, ഈ ഇരിക്കുന്ന നമ്മളിൽ നിന്ന് പലരും മരിച്ചു പിരിഞ്ഞുപോയി. കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായ പലരും ഈ റമളാൻ വന്നപ്പോൾ നമ്മോടൊപ്പമില്ല. അല്ലാഹു അവരെയൊക്കെ ഖബറടങ്ങളിലേക്ക് ഈ മജ്‌ലിസിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം മാവൂരിൽ വഅദിന് പോകുമ്പോഴാ അതാ ഖത്തറിൽ നിന്ന് 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പെരുമണ്ണ എന്ന പ്രദേശത്തുള്ള മോനാണ്, അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഞാൻ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വഅദ് കഴിഞ്ഞ് പോരുന്ന വഴിയിൽ ആ വീട്ടിലേക്ക് തിരിച്ചതാണ്. അവിടെ എത്തിയപ്പോൾ കേൾക്കുന്നത് എന്താണ്? കല്യാണം കഴിഞ്ഞ മോനാ, 2 ചെറിയ പറക്കമറ്റാത്ത മക്കളുണ്ട്, 3ാമത്തെ കുഞ്ഞിന് ഭാര്യ ഗർഭം കൊടുത്തിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, എന്നോട് ആ വീട്ടിന്റെ അയൽവാസികൾ, കുടുംബത്തിൽപ്പെട്ട പലരും പറഞ്ഞു, ബാപ്പയും ഖത്തറിലായിരുന്നു, ബാപ്പ കോഴിക്കോട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി, എന്നാൽ അദ്ദേഹം ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ആ വാപ്പ വീട്ടിലേക്ക് അങ്ങ് എത്തുകയാണ്. ആ വീട്ടിലേക്ക് ബാപ്പ കയറുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ആ ബാപ്പാനെ വീട്ടിന്റെ അകത്തേക്ക് കയറ്റാൻ ബന്ധപ്പെട്ടവർ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. മരിക്കുന്നതിന്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ വാപ്പന്റെ റൂമിൽ വന്ന് മണിക്കൂറുകൾ സംസാരിച്ച മോനാണ്. 35 വയസ്സുള്ള മോൻ. എന്തെല്ലാം അഭിലാഷങ്ങളുണ്ടാകും, എന്തെല്ലാം ജീവിതത്തിലെ പ്ലാനിങ്ങുകൾ ബാക്കി വച്ചിട്ടുണ്ടാകും. കൂട്ടുകാരെ, ആരോഗ്യത്തിന്റെ വളവളപ്പില്, അതേ പണത്തിന്റെ വലിയ അഹങ്കാരത്തില് മരണം മറക്കാൻ പറ്റൂല, ഖബർ വിസ്മരിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസം എത്തിയാൽ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യലല്ലാതെ വേറെ വഴിയില്ല. സയ്യിദു താബിഈൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏത് മനുഷ്യന്റെയും അഹങ്കാരം പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ 1ാമത്തെ കാര്യം പെട്ടെന്നുള്ള രോഗമാണ്. അഹങ്കാരം കൊണ്ട് തല താഴ്ത്താൻ മടി കാണിക്കുന്ന വലിയ അഹങ്കാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗമങ്ങ് കൊടുത്തു പരീക്ഷിച്ചാൽ അവന്റെ തല താഴ്ന്നുപോയി, അവന്റെ ഹുങ്ക് മാറിപ്പോയി.
ഇൽമിന്റെ മജ്‌ലിസുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷേ കയറി വരാൻ മനസ്സ് വരുന്നില്ല. സയ്യിദന്മാര് ദുആഇന് നേതൃത്വം നൽകാൻ എത്തിച്ചേരുന്നുണ്ട്, ആ സദസ്സിലൊന്നു പങ്കെടുക്കാൻ താല്പര്യം വരുന്നില്ല. എന്നാൽ മാരകമായ ഒരു രോഗം റബ്ബങ്ങ് കൊടുത്താലോ, ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ മുന്നിലെ സീറ്റിൽ വന്നിരിക്കാൻ മനസ്സു വന്നുപോയി. ഇന്നലെയാണ് എന്നോട് താമരശ്ശേരി പരിസരത്തുള്ള ഒരു ഉസ്താദ് വിളിച്ചു ചോദിച്ചത്, നൂറു സാദാത്ത് ബായാർ തങ്ങളെ കാണാൻ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വലിയ ആഗ്രഹമുണ്ട്, എവിടെയാണ് വരേണ്ടത്, എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു തരുമോ, പറഞ്ഞു തരുമോ? ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നു, ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞ രോഗമാണ്, വലിയ ക്യാൻസറാണ്, സാദാത്തുക്കളെ ദുആയിലല്ലാതെ ഇനി വേറെ പ്രതീക്ഷയില്ല. മഹാന്മാരെ കൊണ്ട് ശിഫക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കലല്ലാതെ ഇനി മുന്നിൽ വേറെ മാർഗങ്ങളില്ല. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാൾക്കും മാരകമായ ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ തരല്ലേ അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങളെ കൈകാലുകൾ മരണം വരെ മുറിച്ചു മാറ്റരുതേ അല്ലാഹ്, ഡയാലിസിസ് ചെയ്യേണ്ട കിഡ്നി രോഗം നൽകരുതേ അല്ലാഹ്. റോഡിന്റെ ഇരുവശങ്ങളിൽ ബക്കറ്റ് പിടിച്ച് നാട്ടുകാര് കലക്ഷൻ നടത്തുന്നത് കാണാറില്ലേ? ആ ബക്കറ്റിന്റെ മുകളിൽ QR കോഡ് പതിച്ചിട്ടുണ്ട്. എന്നെ പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള മസിൽ പവറുള്ള, ആരോഗ്യത്തിന്റെ പ്രസരിപ്പുള്ള, നമ്മെ പോലെയുള്ള യുവാക്കളുടെ സുന്ദരമായ ഫോട്ടോ ആണ് ആ ബക്കറ്റിന്റെ മുകളിൽ പതിച്ചിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ 65 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഈ യുവാവിന്റെ വൃക്ക മാറ്റിവെക്കാൻ 80 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സഹായത്തിന്റെ കൈനീട്ടം തരണം. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സംഭാവനകൾ നൽകണമെന്ന് സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകന്മാർ, അതെ, നമ്മെ പോലെയുള്ള ആളുകളുടെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പിരിവെടുക്കുകയാ. കണ്ടില്ല എന്ന് നടിച്ച് സഞ്ചരിക്കുന്നവരില്ലേ, യാത്ര ചെയ്യുന്നവരില്ലേ? ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സഹോദരീ സഹോദരന്മാരെ, ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഒരു അവസ്ഥ അല്ലാഹ് നമുക്ക് തരൂല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹങ്കാരികളുടെ അഹങ്കാരം മാറാൻ അല്ലാഹു പെട്ടെന്നുള്ള രോഗം കൊടുത്ത് പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് മോചനം വേണ്ടവർ അഹങ്കാരം ഖൽബിൽ നിന്ന് മാറ്റിവെക്കണം. കിബർ മനസ്സിൽ നിന്ന് പാടെ തുടച്ചു നീക്കണം. ഞാനാരുമല്ല, കോടാനക്കോടി സൃഷ്ടിചരാചരങ്ങളിൽ അല്ലാഹുവിന്റെ വിനയാന്വിതനായ ഒരു അടിമ മാത്രമാണ് ഞാൻ. താഴ്മയുടെ വിനയത്തിന്റെ ഒരു മനസ്സ് നേടിയെടുക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. അല്ലാ, ഞങ്ങൾക്ക് കിബർ തരല്ലേ അല്ലാ, അസൂയ തരല്ലേ അല്ലാ, അഹങ്കാരികളാക്കല്ലേ അല്ലാ. താഴ്മയുള്ളവരിൽ, വിനയമുള്ളവരിൽ ഞങ്ങളെ ചേർത്തിത്തരണേ അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഉസ്താദുമാര് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതല്ലേ? 2 കാര്യം. കൂടുതൽ ജനങ്ങളും ആ കാര്യങ്ങളിൽ, ആ അനുഗ്രഹങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അസ്യഹ,
അല്ലാഹ് നൽകിയ ആരോഗ്യമാണ്. ഹിദായത്ത് കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യാൻ പറഞ്ഞ അനുഗ്രഹമാണ്. വസ്അലുല്ലാഹ അൽ ആഫിയ. നിങ്ങൾ ആഫിയത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. മാരകമായ ഒന്നും അല്ലാഹു നമ്മിൽ ഒരാൾക്കും തരാതിരിക്കട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് സ്വലത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.